കോഴിക്കോട് പെരുവണ്ണാമൂഴി സ്വദേശി എം.എ. ജോൺസൺ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് പ്രകാരം 75% വികലാംഗനാണ്. ഈ വാചകത്തിനപ്പുറത്ത് ഇദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോഴാണ് നമ്മെപ്പോലുള്ളവർ 100% ആരോഗ്യവാന്മാരാണെങ്കിൽ ജോൺസൺ ശാരീരികമായി വെറും 25% ഉള്ളൂ എന്ന് മനസ്സിലാവുക. എന്നാൽ ജീവിതത്തിൽ നമ്മൾ 25% മാത്രമാണ് സജീവമെങ്കിൽ ജോൺസൺ 100% കർമ്മനിരതനാണ്. സ്വന്തം പരിശ്രമം കൊണ്ട് എഴുതാനും വായിക്കാനും പഠിച്ച ഇദ്ദേഹം അങ്ങനെ ഇലക്ട്രോണിക്സിലും അറിവ് നേടി പരീക്ഷണങ്ങൾ നടത്തിവരുന്നു. പ്രാഥമിക കൃത്യങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനും പരസഹായം കൂടിയേ തീരുവെങ്കിലും ജോൺസൺ സദാസമയവും പരീക്ഷണ നിരീക്ഷണങ്ങളിലാണ്. കൂടെ സഹായത്തിന് ഭാര്യയും 2 മക്കളുമുണ്ട്. 1991 ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായി ഇദ്ദേഹം സ്വന്തമായൊരു നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത്. നിർഭാഗ്യവശാൽ 1998 ഈ യൂണിറ്റ് ഒരു തവണ കത്തിനശിച്ചു. എന്നാൽ വില്ലനായെത്തിയ വിധിക്ക് മുൻപിൽ തലകുനിക്കാൻ തയ്യാറായിരുന്നില്ല ജോൺസൺ. അങ്ങനെ 2005 LED ലൈറ്റുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ജോൺസൺ എംടെക് ഇലക്ട്രോ ഡിജിറ്റൽ ഇൻഡസ്ട്രി എന്ന സ്ഥാപനം വീടിനോടനുബന്ധിച്ചുള്ള കെട്ടിടത്തിൽ പുനരാരംഭിച്ചു. യൂണിറ്റ് ആരംഭിക്കാൻ നിരവധി തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ ഹൈക്കോടതി മുഖാന്തരമാണ് ഒടുവിൽ യൂണിറ്റിനുള്ള അനുമതി ജോൺസൺ നേടിയെടുത്തത്. നിർമ്മാണ യൂണിറ്റിൽ ജോലിക്കെത്തിയ ഉഷ ജോൺസന്റെ പരിമിതികൾ കണ്ടറിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് ജോൺസന്റെ ഇലക്ട്രോണിക്സ് പരീക്ഷണങ്ങളിലും ജീവിതത്തിലും താങ്ങും തണലുമായി മാറി ഉഷ. താൻ നിർമ്മിക്കുന്ന LED ലൈറ്റുകളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, പരസ്യ ഡിസൈനുകൾ, മോഡൽ ഡിസൈനിങ് എന്നിവയെല്ലാം തന്നെ ജോൺസണാണ് രൂപപ്പെടുത്തുന്നത്. കൂടാതെ ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവരെ പഠിപ്പിക്കുകയും അതോടൊപ്പം അവർക്കിവിടെ ജോലി നൽകുകയും ചെയ്യുന്നു. ഊർജം ലാഭിക്കുന്നതിനൊപ്പം ദീർഘായുസ്, മാലിന്യരഹിതമാണ് എന്നതെല്ലാമാണ് LED ലൈറ്റുകളുടെ ഗുണമേന്മയായി ജോൺസൺ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം ഒരു 6 വർഷമായിട്ട് LED ലൈറ്റ് നമ്മുടെ ലോകത്തിൻ്റെ മൊത്തം ഒരു ഊർജ പ്രതിസന്ധി കാണുന്നുണ്ട്. അതിലേറ്റവും ദുരിതം കേരളത്തിലുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലുണ്ട്. അതിലേറ്റവും ശാശ്വതമായ നല്ലൊരു ഏറ്റവും മേന്മയോടുകൂടി LED പ്രകാശം നമ്മളിലോട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. ഒരു കുടിൽ വ്യവസായം പോലെ തുടങ്ങിയ ജോൺസന് ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. കാരണം വിപണിയിൽ ജോൺസന്റെ LED ലൈറ്റുകൾക്ക് അത്രയധികം ആവശ്യക്കാരാണ്. വിവിധ ലൈറ്റുകൾക്ക് 1 വർഷം മുതൽ 10 വർഷം വരെ ഗ്യാരണ്ടിയും ഇദ്ദേഹം നൽകുന്നുണ്ട്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് LED നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇതെല്ലാം ജോൺസൺ തന്നെയാണ് നേരിട്ട് ചെയ്യുന്നത്. LED നിർമ്മാണ രംഗത്തെ പ്രവർത്തനങ്ങളെ മാനിച്ച് നിരവധി തവണ ഊർജ സംരക്ഷണ വകുപ്പിന്റെ അംഗീകാരങ്ങളും ജോൺസനെ തേടിയെത്തിയിട്ടുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും കുറഞ്ഞ വോൾട്ടേജിൽ ഏറ്റവും കൂടുതൽ പ്രകാശം നൽകുന്ന 50 രൂപ മുതൽ ലഭിക്കുന്ന LED ലൈറ്റുകൾക്ക് സർക്കാർ അർഹിക്കുന്ന ഒരു പരിഗണനയും നൽകുന്നില്ലെന്നാണ് ജോൺസന്റെ പരാതി. ഞാൻ ഇപ്പോൾ ഏകദേശം 6 കൊല്ലമായിട്ട് നിരന്തരമായിട്ട് സർക്കാരിലോട്ട് എൻ്റെ എല്ലാ ഡീറ്റെയിലുകളും അതിന് ഞാൻ ഉണ്ടാക്കിയ ഊർജ അതിനും ഇതിന്മേന്മയുണ്ടാകുന്ന മെച്ചങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് EMC അനർട്ട് എന്ന് എൻ്റെ പേര് കേട്ടാൽ തന്നെ ഏകദേശം അവരുടെ മേശപ്പോയി വളരെയധികം ഫയലുകളുണ്ട്. യാതൊരുവിധ പ്രോത്സാഹനവും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനു വേണ്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പല സ്ഥലത്തും തെരുവ് വിളക്കുകൾ കത്താത്തതിന് പരിഹാരമായി ജോൺസൺ തന്നെ വികസിപ്പിച്ചെടുത്ത സോളാർ സ്ട്രീറ്റ് ലൈറ്റുകളുമുണ്ട്. വില 12,500 രൂപയാവുമെങ്കിലും ഓട്ടോമാറ്റിക് ലൈറ്റുകൾക്ക് 5 വർഷം വരെ ഗ്യാരണ്ടിയുണ്ട്. ഇതുകൂടാതെ സ്റ്റെബിലൈസർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ജോൺസൺ നിർമ്മിക്കുന്നുണ്ട്.
ആരോഗ്യവും സകല സൗകര്യങ്ങളും ഉണ്ടായിട്ടും പലരും ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ പരാജയപ്പെടാറുണ്ട്. പരാജയത്തിന് കാരണം വിപണന തന്ത്രങ്ങൾ ഫലിക്കാത്തതാണെന്ന് കുറ്റം പറയുന്നത് വെറുതെയാണെന്നാണ് ജോൺസൺ പറയുന്നത്. തൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം തന്നെയാണ് തൻ്റെ വിപണന തന്ത്രമെന്നും ഇതിൽ താൻ പരാജയപ്പെടില്ലെന്നും തെളിയിക്കുകയാണ് സ്വന്തം പ്രവൃത്തിയിലൂടെ ജോൺസൺ. ആരുടെയും സഹതാപ തരംഗങ്ങൾക്ക് കാത്തുനിൽക്കാതെ ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനൊപ്പം തൻ്റെ ബിസിനസ്സും പരീക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ജോൺസണിൽ നിന്നും കുറേയേറെ നമുക്ക് പഠിക്കാനുണ്ട്.